യാത്രയ്ക്ക് 400 രൂപ ചിലവ് വന്നു. യാത്ര 400 എന്ന് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യാം. ഇടപാട് സ്ഥിരീകരിക്കാൻ വന്നിരിക്കുന്ന മെസ്സേജിൽ നിന്നും സെലക്ട് ബട്ടൺ ഉപയോഗിച്ച് കൊടുത്തത് എന്ന് മാർക്ക് ചെയ്ത് സെൻഡ് ചെയ്യാം. ഈ ഇടപാട് സ്ഥിരീകരിച്ചതായി മെസ്സേജ് വന്നിരിക്കുന്നു. ഇങ്ങനെ വളരെ നിഷ്പ്രയാസം നിങ്ങളുടെ ചെലവുകൾ കപ്പിബോയിൽ രേഖപ്പെടുത്താം. ഇനി മറ്റൊരു രീതി കൂടെ മനസ്സിലാക്കാം. 2000 രൂപ സ്കൂൾ ഫീസ് അടയ്ക്കാൻ വേണ്ടി ചിലവാക്കി. ഇവിടെ 2000 എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യാം. ഇടപാട് സ്ഥിരീകരിക്കാൻ വന്നിരിക്കുന്ന മെസ്സേജിൽ നിന്നും സെലക്ട് ബട്ടൺ ഉപയോഗിച്ച് കൊടുത്തത് എന്ന് മാർക്ക് ചെയ്ത് സെൻഡ് ചെയ്യാം. തുടർന്ന് വരുന്ന മെസ്സേജിൽ ആർക്ക് കൊടുത്തു, എന്തിനു കൊടുത്തു എന്ന് തുടങ്ങിയ വിവരങ്ങൾ ആഡ് ചെയ്യാൻ ആഡ് ബട്ടൺ ഉപയോഗിക്കാം. ഇവിടെ ആളിന്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ പേര് നൽകണം. സ്കൂൾ എന്ന് ടൈപ്പ് ചെയ്യാം. ഫോൺ നമ്പർ വേണമെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കാം. എന്തിനായി കൊടുത്തു എന്ന കോളത്തിൽ പേഴ്സണൽ ആൻഡ് ഫാമിലി ചെലവ് ആയതുകൊണ്ട് പേഴ്സണൽ ആൻഡ് ഫാമിലി ചെലവ് സെലക്ട് ചെയ്യാം. ഇടപാട് വിവരങ്ങൾ ആയി സ്കൂൾ ഫീസ് എന്നും കൊടുത്തു സേവ് ചെയ്യാം. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ചിലവുകളും വരവുകളും കപ്പിബോയിൽ രേഖപ്പെടുത്താം.